എനിക്ക് അവിടെ പോകേണ്ടി വരും. അവന് സത്യം പറയേണ്ടി വരും. അവൾക്ക് മരുന്ന് കഴിക്കേണ്ടി വരും. ഇതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയണ്ടേ? നമുക്ക് ഇങ്ങനെ പോകേണ്ടി വരും, വരേണ്ടി വരും, ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുന്നത് എപ്പോഴാണ്? നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ല. നമ്മളെ ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണ്. അതല്ലെങ്കിൽ നമുക്കതൊരു ആവശ്യമാണ്, നമുക്കത് ചെയ്യേണ്ടത്. അപ്പോഴാണ് ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും എന്നൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ഇംഗ്ലീഷിൽ പറയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം വിൽ ഹാവ് ടു. വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ കേട്ടോ. വിൽ ഹാവ് ടു ഗോ എന്ന് പറഞ്ഞാൽ പോകേണ്ടി വരും. ഗോ എന്നാൽ പോകുക. വിൽ ഹാവ് ടു ഡു എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടി വരും. ഡു എന്നാൽ ചെയ്യുക. വിൽ ഹാവ് ടു വർക്ക് ചെയ്യേണ്ടി വരും. വിൽ ഹാവ് ടു കുക്ക് എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യേണ്ടി വരും, പാചകം ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് സെൻറ്റൻസസ് നോക്കാം. എനിക്ക് അവിടെ പോകേണ്ടി വരും എന്ന് പറയണം നമുക്ക്. അതെങ്ങനെ പറയും? എനിക്ക് എന്നതാണ് സബ്ജക്റ്റ്. അപ്പോൾ ഐ വിൽ ഹാവ് ടു ഗോ ദർ. ഐ വിൽ ഹാവ് ടു ഗോ ദർ. അവിടെ പോകേണ്ടി വരുമെന്നല്ലേ? അപ്പോൾ ഐ വിൽ ഹാവ് ടു ഗോ ദർ. അപ്പോൾ സബ്ജക്റ്റ് ആദ്യം ഉപയോഗിക്കുക, അത് കഴിഞ്ഞിട്ട് വിൽ ഹാവ് ടു പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ്, ബേസ് ഫോം, വെർബിൻ്റെ ബേസ് ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഗോ എന്നാണെങ്കിൽ ബേസ് ഫോം അല്ലേ അത്, പോകുക എന്നതാണ്. ഗോ, വർക്ക്, കുക്ക് എന്നൊക്കെ പറയുന്നത് വെർബിൻ്റെ ബേസ് ഫോം അല്ലെങ്കിൽ V1 ഫോമാണ്. അപ്പോൾ അതാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ടു പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ്. പിന്നെ ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതും. പിന്നെ വിൽ ഹാവ് ടു ഉപയോഗിക്കുമ്പോൾ ഏത് സബ്ജക്റ്റിന് വേണമെങ്കിലും നമുക്ക് വിൽ ഹാവ് ടു ഉപയോഗിക്കാം കേട്ടോ. സിംഗുലർ എന്നോ പ്ലൂറൽ എന്നോ ഒരു വ്യത്യാസവുമില്ല. പിന്നെ ഐ അല്ലെങ്കിൽ വി ഒക്കെ ആണെങ്കിൽ നമുക്ക് വിൽ ഹാവ് ടുവിന് പകരം ഷാൽ ഹാവ് ടു ഉപയോഗിക്കാം. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ വിൽ ഹാവ് ടു തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. പിന്നെ വിൽ ഹാവ് ടു, ഷാൽ ഹാവ് ടു തന്നെ ഉപയോഗിക്കണം എന്നൊന്നും ഇല്ല. വിൽ ഹാവ് ടു ഉപയോഗിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് കൂടുതൽ സെൻറ്റൻസസ് നോക്കാം. അവൾക്ക് മരുന്ന് കഴിക്കേണ്ടി വരും. അവൾക്ക്, അപ്പോൾ ഷീ ആണ് സബ്ജക്റ്റ്. ഷീ വിൽ ഹാവ് ടു ടേക്ക് മെഡിസിൻ. ഷീ വിൽ ഹാവ് ടു ടേക്ക് മെഡിസിൻ. വേറൊരു സെൻറ്റൻസ്, അവന് സത്യം പറയേണ്ടി വരും. അവന്, അപ്പോൾ ഹീ വിൽ ഹാവ് ടു സ്പീക്ക് ട്രൂത്ത്, സത്യം. ഇപ്പോൾ കുറച്ച് സെൻറ്റൻസസൊക്കെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസസ്. ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്യേണ്ടി വരില്ല, പോകേണ്ടി വരില്ല, ജോലി ചെയ്യേണ്ടി വരില്ല, പാചകം ചെയ്യേണ്ടി വരില്ല എന്നൊക്കെ പറയുന്നതും. അപ്പോൾ അതൊക്കെ നെഗറ്റീവ് സെൻറ്റൻസസ് ആണ്. അതെങ്ങനെ പറയും? വിൽ ഹാവിന് പകരം വിൽ നോട്ട് ഹാവ് എന്നാക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് അവിടെ പോകേണ്ടി വരില്ല. അതെങ്ങനെ പറയും നോക്കാം. എനിക്ക് ഐ വിൽ നോട്ട് ഹാവ് ടു ഗോ ദർ. ഐ വിൽ നോട്ട് ഹാവ് ടു ഗോ ദർ. എനിക്ക് അവിടെ പോകേണ്ടി വരില്ല. ഇവിടെ നോക്കൂ, വിൽ നോട്ട് ഹാവ് എന്നാണ് ഉപയോഗിച്ചത്. അവിടെ നമുക്ക് വിൽ നോട്ട് ഹാവിന് പകരം വോണ്ട് ഹാവ് എന്നും ഉപയോഗിക്കാം. കാരണം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നതെന്നറിയില്ലേ? വിൽ നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് വോണ്ട്. അപ്പോൾ വോണ്ട് ഹാവ് എന്നും ഉപയോഗിക്കാം. അവൾക്ക് മരുന്ന് കഴിക്കേണ്ടി വരില്ല. ഷീ വോണ്ട് ഹാവ് ടു ടേക്ക് മെഡിസിൻ. വോണ്ട് ഹാവ് എന്നാൽ വിൽ നോട്ട് ഹാവ്. അവന് ഇവിടെ വരേണ്ടി വരില്ല. അവന്, സബ്ജക്റ്റ് അവന് എന്നാണ്. അപ്പോൾ ഹീ വോണ്ട് ഹാവ് ടു കം ഹിയർ. അവന് ഇവിടെ വരേണ്ടി വരില്ല. അപ്പോൾ നെഗറ്റീവ് ഫോമും പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ നോട്ട് ഹാവ് ടു പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ഫോമാണ്. അവന് ഇവിടെ വരേണ്ടി വരുമോ? അവൾക്ക് ഭക്ഷണം പാകം ചെയ്യേണ്ടി വരുമോ? അങ്ങനെയൊക്കെ ചോദിക്കണ്ടേ? അപ്പോൾ അതും വളരെ ഈസിയാണ്. അവന് ഇവിടെ വരേണ്ടി വരുമോ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? വിൽ ഹി ഹാവ് ടു കം ഹിയർ. വിൽ ഹി ഹാവ് ടു കം ഹിയർ എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ വിൽ എന്നതിനെ ആദ്യം ഫസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. വിൽ ഹി, അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്.
അവൾക്ക് ഭക്ഷണം പാകം ചെയ്യേണ്ടി വരുമോ, അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരുമോ എന്നാണെങ്കിലോ വിൽ ഷീ ഹാവ് ടു പ്രിപ്പയർ ഫുഡ്. വിൽ ഷീ ഹാവ് ടു പ്രിപ്പയർ ഫുഡ്. അപ്പോൾ ക്വസ്റ്റ്യനും ആയി. അതിൻ്റെ സ്ട്രക്ചർ വിൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ടു പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ്. ഇനി WH ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ അവന് എപ്പോൾ പോകേണ്ടി വരും, എവിടെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരിക, ഇങ്ങനെയൊക്കെ ചോദിക്കണ്ടേ. അപ്പോൾ അതും നമുക്ക് നോക്കാം. എനിക്ക് എപ്പോൾ പോകേണ്ടി വരും. വെൻ വിൽ ഐ ഹാവ് ടു ഗോ. വെൻ വിൽ ഐ ഹാവ് ടു ഗോ. ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വയ്ക്കുക. വെൻ എന്നാൽ എപ്പോൾ, എപ്പോഴാണ് എനിക്ക് പോകേണ്ടി വരിക. ഇനി എവിടെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരിക എന്നാണെങ്കിലോ എവിടെ എന്നതിന് ആണ് ക്വസ്റ്റ്യൻ വേർഡ്. അപ്പോൾ വേർ എന്ന് വയ്ക്കുക. വേർ വിൽ യു ഹാവ് ടു വർക്ക്. വേർ വിൽ യു ഹാവ് ടു വർക്ക്. എവിടെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരിക. ഇത്രയും പഠിച്ചപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നുകൂടി ആ സെൻറ്റൻസസ് ഒക്കെ നോക്കാം. നിനക്ക് അവിടെ പോകേണ്ടി വരും. യു വിൽ ഹാവ് ടു ഗോ ദർ. നിനക്ക് അവിടെ പോകേണ്ടി വരില്ല. യു വോണ്ട് ഹാവ് ടു ഗോ ദർ. നിനക്ക് അവിടെ പോകേണ്ടി വരുമോ? വിൽ യു ഹാവ് ടു ഗോ ദർ. എപ്പോഴാണ് നിനക്ക് അവിടെ പോകേണ്ടി വരിക? വെൻ വിൽ യു ഹാവ് ടു ഗോ ദർ. ഇപ്പോൾ കൺഫ്യൂഷൻ മാറിയില്ലേ? അപ്പോൾ ഒന്നുകൂടി ഇത്തരം സെൻറ്റൻസസ് ഉണ്ടാക്കി നോക്കുക. മാത്രമല്ല ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ.